ഹലോ, ഇന്ന് ഞാൻ കുറച്ച് ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബീഫ് വാങ്ങിയതിൻ്റെ ഉദ്ദേശം തന്നെ ഇന്ന് കുഞ്ഞിപ്പത്തൽ എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ കണ്ടായിരുന്നേ. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് ഓർത്തിട്ടാണ് ഉണ്ടാക്കി. എൻ്റെ കൈ മുറിഞ്ഞു, വേസ്റ്റ് കണ്ടോ, ഉള്ളി അരിഞ്ഞാണ്. അപ്പോൾ ബീഫ് ഞാൻ വേവിച്ചത് കൊച്ചുള്ളി ഏറെ ഇട്ട് തേങ്ങാക്കൊത്ത് ഇട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നിട്ടൊരു 3-4 വിസിലടുപ്പിച്ചെടുത്തു. അതിനുശേഷം ഞാൻ ഒരു സവാള എടുത്തുള്ളൂ. സവാള ഏറെ ചേർക്കുവാണെങ്കിൽ ഒരു മധുരം വരും. അതുകൊണ്ട് ഞാൻ സവാള ഒന്നേ എടുത്തുള്ളൂ കേട്ടോ. സവാള ചേർക്കാതെ കൊച്ചുള്ളിക്കകത്ത് തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ ടേസ്റ്റ് കൂടും കേട്ടോ. എന്നിട്ട് അത് നന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയ ശേഷം നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ മീറ്റ് മസാല അതും കൂടെ നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ചേക്കുന്ന ബീഫില്ലയോ, അതിൽ ആ വെള്ളമില്ലയോ, ആ വെള്ളം അങ്ങോട്ട് ഒഴിച്ച് തേണ്ട ഈ ഒരു പരുവാക്കി നല്ല തിക്ക് ഗ്രേവി ആക്കി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി ഇങ്ങനെ ആക്കിയതിന് ശേഷമേ ബീഫ് എടുത്തിടാവൂ. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ആദ്യം എടുത്ത് ബീഫ് എടുത്തിടരുത് കേട്ടോ. അപ്പോൾ അതിന് വേറെ ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ നിങ്ങളൊന്ന് വെച്ച് നോക്കും, നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല മണവും നല്ല രുചിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് വെച്ച് നോക്കണേ. അങ്ങനെ അതിന് ശേഷം ഒരു 10 മിനിറ്റും കൂടെ നമ്മളിങ്ങനെ അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് ഈ അരപ്പെല്ലാം ഈ ബീഫിലോട്ട് പിടിക്കുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഉപ്പ് എരിയൊക്കെ എന്താണെന്നൊക്കെ അപ്പം നോക്കണം. ഉപ്പില്ലെങ്കിൽ അപ്പം ഇട്ടോണം, ഇല്ല ഇനി ഉപ്പ് പിടിക്കൂല. ഉപ്പ് എരിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വേണ്ട ബീഫ് കറി റെഡിയായി, സൂപ്പറായിട്ടുണ്ട്. വേണ്ട ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിനി കുഞ്ഞിപ്പത്തൽ ഉണ്ടാക്കാൻ തുടങ്ങാം. കുഞ്ഞിപ്പത്തലിന് ഞാൻ പൊൻകതിറിൻ്റെ അരിപ്പൊടിയാണ് എടുത്ത്. പൊൻകതിർ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അരിപ്പൊടി എടുത്തോളൂ കേട്ടോ. പിന്നെ അതിൻ്റെ അകത്ത് തേങ്ങ, വലിയ ജീരകമില്ലേ, പെരുംജീരകം, അത് പിന്നെ കുറച്ച് കൊച്ചുള്ളി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് അത് അരച്ചു ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് നന്നായിട്ട് ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കണേ. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഈ സംഭവം പത്തൽ ഉണ്ടാക്കുന്നത് ഈ ബീഫിൻ്റെ അകത്തോട്ടോ ഇല്ല നമ്മൾ ചിക്കനാണോ ബീഫാണോ വയ്ക്കുന്നത് ആ കറിക്കകത്ത് ഇട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. എന്നാൽ മാത്രമേ ഇത് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ അതിൻ്റേതായ ഒരു ടേസ്റ്റ് വ്യത്യാസം കുറവ് കാണുമായിരിക്കും കേട്ടോ. ഞാൻ മീനോട്ടിന് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത്രയും കറിയും കുളമാകുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇഡ്ഡലിക്കുട്ടകത്തിൽ വെച്ച് ആവി കയറ്റി എടുത്തതാണിത്. പക്ഷേ അതിലിട്ട് വേവിക്കുമായിരുന്നെങ്കിൽ അതിൽ എരിവും പുളിയും ഉപ്പും എല്ലാം ഈ സംഭവത്തിലോട്ട് ഈ പത്തലിലോട്ട് പിടിക്കുമ്പം അതിന് നല്ലൊരു ടേസ്റ്റും ഒക്കെ കിട്ടുമായിരുന്നു. പക്ഷേ അങ്ങനെ ഞാൻ ചെയ്തില്ല, ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയപ്പോഴും നല്ല ടേസ്റ്റായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ അകത്ത് എനിക്കൊരു അഭിപ്രായ വ്യത്യാസം വന്നത്, നമ്മൾ ഈ പെരുംജീരകം ചേർക്കുന്നതിന് ചെറിയ ജീരകമായിരുന്നെങ്കിൽ എനിക്ക് ഒന്നും കൂടെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടതിന്. പെരുംജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ, ആ ഒരു ഇത് മാത്രം എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. അത് കൂടാതെ ഇത് നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ, കഴിക്കൂ, അടിപൊളി ടേസ്റ്റായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും കേട്ടോ. ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയല്ലേ ഓരോന്നൊക്കെ പഠിക്കുന്നത്. അപ്പം നിങ്ങളും ഉണ്ടാക്കി നോക്കണേ. എന്നാൽ എല്ലാവർക്കും ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു.